കാഞ്ഞിരപ്പള്ളി രൂപത SMYM യുവജനങ്ങളുടെ മഹാസംഗമം നസ്രാണി യുവശക്തി ഡിസംബർ 26-ന് കുട്ടിക്കാനം മരിയൻ കോളേജ് ഓട്ടോമസിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ 148 ഇടവകളിൽ നിന്നായി ഏകദേശം 3000-ഓളം യുവജനങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കും. രാവിലെ 8:30-ന് രജിസ്ട്രേഷൻ ആരംഭിക്കും. 9-ന് ചെങ്കൽ ഏഞ്ചൽസ് വില്ലേജിലെ കുട്ടികളുടെ മ്യൂസിക് ബാൻഡ്, അതിനുശേഷം ദിവ്യകാരുണ്യ ആരാധനയും ഉണ്ടായിരിക്കും. കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ നസ്രാണി യുവശക്തി 2024 മഹാസംഗമം ഉദ്ഘാടനം ചെയ്യും. രൂപത പ്രസിഡന്റ് അലൻ എസ് വെള്ളൂർ അധ്യക്ഷത വഹിക്കും. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തും. SMYM രൂപത ഡയറക്ടർ ഫാദർ തോമസ് നരിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും. 2023 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ജേതാവ് വിൻസി അലോഷ്യസ്, ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എന്നിവർ യുവജനങ്ങളോട് സംവദിക്കും. 48 ഇടവകളിൽ നിന്നായി ഏകദേശം 4000-നടുത്ത് യുവജനങ്ങൾ ഡിസംബർ 26-ാം തീയതി മരിയൻ കോളേജ് കുട്ടിക്കാനത്ത് നടക്കുന്ന മഹാ യുവജന സംഗമമാണ് നസ്രാണി യുവശക്തി 2024. നസ്രാണി യുവശക്തി 2024-ൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മഹാസമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണത്തിനായി എത്തുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യമാർ റാഫേൽ തട്ടിൽ പിതാവും 2023-ൽ കേരള സംസ്ഥാന ഫിലിം അവാർഡ് കരസ്ഥമാക്കിയ ശ്രീമതി വിൻസി അലോഷ്യസ് യുവജനങ്ങളെ കാണുവാനും സംവദിക്കുവാനും സിനിമാ മേഖലയിൽ നിന്നുള്ള ഗസ്റ്റായി എത്തിച്ചേരുന്നു. ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി യുവജനങ്ങളുമായി സംവദിക്കുകയും സിനിമാ മേഖലയിലേക്ക് പുതുതായി കടന്നു വന്ന ശ്രീമതി മഞ്ചാടി ജോബി, സ്വർഗം സിനിമയിലെ ആക്ട്രസ്സാണ്, ഈ മഹാ യുവജന സമ്മേളനത്തിൽ സംവദിക്കുകയും യുവജനങ്ങളുമായിട്ട് സംവദിക്കുകയും ചെയ്തു. തുടർന്ന് ഈ മഹാ യുവജന സമ്മേളനം സ്പോൺസർ ചെയ്ത വ്യക്തികളെ ആദരിക്കുകയും അതിനെ തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് ചാലക്കുടി ബ്രോ ഹൗസ് അണിയിച്ചൊരുക്കുന്ന ചെണ്ട, വാട്ടർ ഡം, DJ പ്രോഗ്രാമുമാണ് ഈ മഹാ യുവജന സംഗമത്തെ ഏറ്റവും മനോഹരമാക്കുന്നത്. 2024-ലെ കുടുംബചിത്രമായ സ്വർഗം സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന പുതുമുഖ നടി മഞ്ചാടി ജോബിയെ സംഗമത്തിൽ ആദരിക്കും. ഈ വർഷം സന്യസ്ത വസ്ത്രങ്ങൾ സ്വീകരിച്ച സിസ്റ്റേഴ്സിനെ സംഗമത്തിൽ അനുമോദിക്കും. രൂപത ജനറൽ സെക്രട്ടറി അലൻ പടിഞ്ഞാറ്റേക്കര, എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിക്കും. ഉച്ചകഴിഞ്ഞ് 2 മുതൽ വൈകുന്നേരം 4 മണി വരെ ചാലക്കുടി ബ്രോ ഹൗസ് അണിയിച്ചൊരുക്കുന്ന ചെണ്ട, വാട്ടർ ഡ്രം, DJ പ്രോഗ്രാമും നടക്കും. മരിയൻ കോളേജിൽ വെച്ച് നസ്രാണി യുവശക്തി മഹാ യുവജന സംഗമം നടത്തപ്പെടുകയാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുവജന സംഗമത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രൂപതയുടെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങൾ ആണ് എന്ന് നമ്മൾ ഈ വർഷങ്ങളിൽ കണ്ടിരിക്കുകയാണ്. ഏതൊരു പ്രശ്നങ്ങൾ വന്നാലും പ്രക്ഷോഭങ്ങൾ വന്നാലും അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ, കാഞ്ഞിരപ്പള്ളി രൂപതയെ മുന്നിൽ നിന്ന് നയിക്കാൻ യുവജനങ്ങൾ തയ്യാറാകുന്നത് വളരെ ഇംപ്രഷൻ ഉള്ളൊരു കാര്യമാണ്. 2024-25 യുവജന വർഷത്തോട് അനുബന്ധിച്ച് നസ്രാണി യുവശക്തി നടത്തപ്പെടുന്നത് അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു വർഷം യുവജന സംഗമത്തിൽ 4000-ഓളം യുവജനങ്ങൾ പങ്കുചേരുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ 148 ഇടവകളിൽ നിന്ന് 3 ജില്ലകളിൽ തിരിഞ്ഞു കിടക്കുന്ന 148 ഇടവകളിൽ നിന്ന് 12 ഫൊറോനകളിൽ നിന്ന് യുവജനങ്ങൾ പങ്കുചേർന്ന് ഈ ഒരു മഹായുവജന സംഗമം വലിയ വിഷയമായി തീരും. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ SMYM രൂപത ഡയറക്ടർ ഫാദർ തോമസ് നരിപ്പാറയിൽ, ആനിമേറ്റർ സിസ്റ്റർ മേബിൾ, SABS റീജൻ ബ്രദർ കുര്യൻ കാവാലും പുതുപ്പറമ്പിൽ, പ്രസിഡന്റ് അലൻ എസ് വെള്ളൂർ, ജനറൽ സെക്രട്ടറി അലൻ ജോളി, സോബിൻ സാജു, ആൻമരിയ കൊല്ലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.